ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഇത് റെക്കോർഡ് ചെയ്യണ്ട, കുഴപ്പമില്ലല്ലോ? ഇല്ല. ഓക്കെ, ഇത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും, കുഴപ്പമില്ലല്ലോ? ഇല്ല. ഓക്കെ, ഇത് എനിക്ക് യാതൊരു കഴിവില്ല, ഇതിൻ്റെ അകത്ത് ഉത്തരങ്ങളില്ല എന്നത് ആദ്യം മനസ്സിലാക്കാം. എല്ലാ ഉത്തരം നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നുള്ള ആ വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉണ്ട്. ഓക്കെ, ഗുഡ്. അതുണ്ടാവണം. അതുണ്ടായാൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ വിജയിക്കൂ, ശരിയല്ലേ? യെസ്. ഓക്കെ, അത് എപ്പോഴും ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ പറയണം നമ്മൾ എടുത്തിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ആരാന്ന് പറയണ്ട, നിങ്ങൾ എന്ത് ചെയ്യുന്നു അല്ല, നിങ്ങൾ എവിടെ നാടൊന്നും പറയണ്ട. ഓക്കെ, ഞാൻ ചോദ്യത്തിനനുസരിച്ച് മാത്രം ഉത്തരങ്ങൾ തന്നാൽ എനിക്ക് നിങ്ങൾക്ക് നമ്മൾ 2 പേർക്കും ഈസി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ നടക്കാൻ പോകുന്ന 15 മിനിറ്റ് കൺവെർസേഷനിൽ എന്താണ് നിങ്ങൾക്ക് നേടേണ്ടതെന്നുള്ളത് ഒരു സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ആൻസർ? ക്ലാരിറ്റി. കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഉള്ളത്, അപ്പൊ അതൊന്ന് മാറും. ഓക്കെ, ക്ലാരിറ്റി ഏത് ഏരിയയിലാണ് ക്ലാരിറ്റി വേണ്ടത്? നമ്മളെ ഡെസിഗ്നേഷൻ, നമ്മളിപ്പോ ഉള്ള പൊസിഷനിൽ ചേഞ്ച് ആവാം. നമുക്കിപ്പോ ഒരു പ്ലാൻ ഉണ്ട്, ഒരു 5 ഇയേഴ്സിനുള്ളിൽ ഇങ്ങനെ ഇത് പൊസിഷനിലാണ് വേണ്ടത്. അപ്പൊ ഇപ്പോൾ ഉള്ള നമ്മളെ സ്റ്റേറ്റസ് ഇപ്പോൾ ടീച്ചിങ് ആണെങ്കിൽ ഇപ്പൊ നമുക്കിനി നെക്സ്റ്റ് കോർഡിനേറ്റർ ലെവൽ അല്ലെങ്കിൽ HOD ലെവൽ അങ്ങനെ മൂവ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്തായാലും എടുക്കുള്ളൂ. നമുക്കുള്ള എക്സ്പീരിയൻസ് ഇപ്പൊ 6-7 ഇയേഴ്സ് ടീച്ചിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 2 ചോദ്യം ചോദിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിലാണുള്ളത്? ടീച്ചിങ്. എത്ര വർഷമായി? 7 ഇയേഴ്സ്. 7 ഇയേഴ്സ്. ഹാപ്പി ആണോ? യാ, ഹാപ്പി. ബട്ട് കുറച്ച് വലിയൊരു ഡ്രീം ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഹാപ്പി എന്ന് വെച്ചാൽ 0 to 10 how much happy are you? ഹാപ്പി ആയിരുന്നു 10, ബട്ട് ഇപ്പോ ഓൺലി 5 or 6. ബിക്കോസ് എന്താ വെച്ചാൽ വേറെ ആളെ I'll ask you. So ഇപ്പൊ എത്ര വർഷമായിട്ടായി 5 ആയത്? 5 ആയത് ഇപ്പോ ലാസ്റ്റ് 1 ഇയർ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 7 ഇയേഴ്സിൽ 6 ഇയേഴ്സ് നിങ്ങൾ ഹാപ്പി ആയിരുന്നു. യെസ്. ഓക്കെ, ആ ലാസ്റ്റ് 1 ഇയറിൽ അത് ഒരു എന്താണ് നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച്, മാനസികമായിട്ട് വന്നിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കുമല്ലോ അത്? ഓക്കെ, ഐ എം നോട്ട് നൗ ഹാപ്പി, ഐ ജസ്റ്റ് ഗോൺ ഡൗൺ ഫ്രം 10 to 5 എന്നുള്ളത് എന്തെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടാവും. എന്തായിരുന്നു അത്? ആ ഒരു ഇഷ്യൂ, ആ ചാലഞ്ച്, അല്ലെങ്കിൽ ആ ഡ്രീം എന്തായിരുന്നു? വാട്ട് വാസ് ദാറ്റ് തിങ്? ആ ഒരു ട്രിഗർ എന്തായിരുന്നു? ട്രിഗർ മീൻസ് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ടീച്ചിങ്ങിൽ. നമ്മൾ ഉദ്ദേശിച്ച ലെവൽ നമുക്ക് പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അത് ഇപ്പൊ നിങ്ങൾക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ലിമിറ്റേഷൻസ്, ഓരോരുത്തർക്കും ഓരോ ലിമിറ്റേഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും, എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ചിലർക്ക് ലിമിറ്റേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ അക്കാഡമിക് ലിമിറ്റേഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് അതിന്റെ മേലെ ഒരു പൊസിഷൻ ആ സ്കൂളിൽ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ചിലപ്പോൾ അതായിരിക്കാം. രണ്ടാമത് നിങ്ങൾ ക്വാളിഫിക്കേഷൻ ലിമിറ്റേഷൻസ് ആയിരിക്കാം. എനിക്ക് ഈ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത കാര്യം എനിക്ക് മേലോട്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽസിന് ലിമിറ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ ലിമിറ്റേഷൻ ആയിരിക്കാം. അതായിരിക്കും ഒന്ന്. രണ്ടാമത്തത് നിങ്ങൾ ഇതിനെല്ലാം ഒരു ഇഷ്യൂ ഉള്ളത്, നമ്മൾ അക്കാഡമി നമുക്കൊരു ലിമിറ്റേഷൻ തരികയാണെങ്കിൽ, പക്ഷെ നിങ്ങളുടെ അടുത്ത് ആ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളുടെ അടുത്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, ആ ഒരു സ്കില്ല് നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, ആ ഒരു പാഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ അക്കാഡമിയിൽ മാക്സിമം നിങ്ങൾക്ക് ഏത് പൊസിഷനാണ് തരാൻ പറ്റുള്ളൂ അത് തന്നു കഴിഞ്ഞു. അങ്ങനത്തെ ഒരു പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ അത് ബ്രേക്ക് ത്രൂ ചെയ്യണം നിങ്ങൾ. അത് ചിലപ്പോൾ ആ ഒരു അക്കാഡമി ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, എനിക്ക് വേറെ അക്കാഡമിയിലേക്ക് പോകാൻ പറ്റുമെന്ന് ചിന്തിക്കേണ്ടത്, അല്ലേ? ആ ഒരു ഇത്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പോകുന്നത്, നിങ്ങളുടെ സ്കില്ല് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ, അതേപോലെ തന്നെ നിങ്ങളെ ഒരു കോൾ യുവർ നോളജ് നോക്കിക്കഴിഞ്ഞാൽ 0 to 10 where do you stand? 0 to 10 9. അപ്പൊ നിങ്ങളിൽ തന്നെ വിശ്വസിക്കേണ്ട ഐ നോ ദിസ് എന്നുള്ള ആ സബ്ജക്റ്റിനോട്, അല്ലേ? സബ്ജക്ട് എക്സ്പീരിയൻസ്. ഇനി ഞാൻ ചോദിക്കുന്ന പാഷനെ കുറിച്ചുള്ളതാണ്. ടീച്ചിങ് പാഷൻ. രണ്ട് ഉത്തരങ്ങൾ തരരുത്, ഞാൻ ചോദിക്കട്ടെ. ഒന്ന് ടീച്ചിങ് പാഷൻ,
Okay, taking teaching as your profession because you love teaching. That's number one. Number two, you would love to be in that industry. Industry in itself, training industry, school, college, whatever it is, education industry. Which one do you like? Is it the industry that you like? Or is it the teaching profession as a teacher standing in front of the students and giving classes? ഏതിലാണ് കൂടുതൽ നിങ്ങൾക്ക്? Where do you find the passion? The industry, education. Industry. It doesn't matter whether you're teaching or not. Is that correct? നിങ്ങൾ പഠിപ്പിക്കണോ ഇല്ല എന്നുള്ളതല്ല, എനിക്ക് ആ ഇൻഡസ്ട്രിയിൽ നിൽക്കണം, അതാണോ? ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സോ ഇറ്റ് ബിക്കംസ് ഈസി ഫോർ യു. ഇത് കേൾക്കുന്ന കാണികൾക്കും ഈസി ആയിരിക്കും. എനിക്ക് ഏവിയേഷൻ ഇൻഡസ്ട്രി ഇഷ്ടമാണ്. വേറൊരു വ്യക്തിൻ്റെ, ആ വ്യക്തിക്ക് ഏവിയേഷൻ ഇൻഡസ്ട്രി ഇഷ്ടമാണ്, പക്ഷെ ആ വ്യക്തിക്ക് ഫ്ലൈ ചെയ്യാൻ ഒരു പൈലറ്റ് ആവാനോ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ ആവാനാണ് ഇൻട്രസ്റ്റ്, പാഷൻ. അവിടെ രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും നിങ്ങളോട് വരികയാണ്, ആ ഇൻഡസ്ട്രി ആണോ ഇഷ്ടം അല്ലെങ്കിൽ പഠിപ്പിക്കലാണോ ഇഷ്ടം? ഏതാണ് ഇതിൽ കൂടുതൽ ഇഷ്ടം? കൂടുതൽ രണ്ടും സെയിം പറയാൻ പാടില്ല. ഇല്ല, പറ്റില്ല. കാരണം ഒരു ഹെഡ് ടീച്ചറിനും ഒരേ സമയത്ത് സ്കൂൾ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ അത് ഒരു സബ്ജക്റ്റ് ടീച്ചർ ആവാൻ സെയിം റെസ്പോൺസിബിലിറ്റിയിൽ വ്യത്യാസമുണ്ട്. ആ ടീച്ചർ തന്നെ, കാര്യം എനിക്കറിയാം, ഒരുപാട് ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്ത, ഒരുപാട് HMസിനെ ട്രെയിൻ ചെയ്തതാണ്, പ്രിൻസിപ്പൽസിനൊക്കെ. അപ്പോൾ എനിക്കറിയാതെ. അപ്പോൾ അവര് റെസ്പോൺസിബിലിറ്റി വ്യത്യാസമുണ്ട്. അവർ ടീച്ചറായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യും, അതേ സമയത്ത് ചിലപ്പോൾ അവർ ഹെഡ് മിസ്ട്രസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പളായിട്ട് നന്നായി പെർഫോം ചെയ്യില്ല. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ഒരു വ്യക്തിയുണ്ട്, സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞില്ല, കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? എനിക്കറിയാം, വിട്ടിത്തരായിട്ടുള്ള ചോദ്യം എന്നുള്ളത് എനിക്കറിയാം. ആ വ്യക്തി നല്ലൊരു പ്ലെയർ ആണോ? നല്ലൊരു ക്യാപ്റ്റൻ ആണോ? അല്ല, നല്ല ക്യാപ്റ്റൻ അല്ല. വേണ്ട, ഞാൻ ഇപ്പൊ പറയണേ, നമുക്ക് തോന്നില്ല നല്ലൊരു ക്യാപ്റ്റൻ, നല്ല കളിക്കാരൻ നല്ലൊരു ക്യാപ്റ്റൻ ആവണമെന്നില്ല. നല്ലൊരു കളിക്കാരൻ നല്ലൊരു ക്യാപ്റ്റൻ ആവണമെന്നില്ല. ഇപ്പൊ അതേ സമയത്ത് ധോണിനെ എടുത്ത് നോക്കിയാൽ നല്ലൊരു കളിക്കാരനും നല്ലൊരു ക്യാപ്റ്റനാണോ? മനസ്സിലായ വ്യത്യാസം? മനസ്സിലായ? അപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ ഹീസ് മാസ്റ്റർ ഇൻ വാട്ട് എവർ ഹി ഡസ്. ഓക്കെ, പുള്ളിനെ തകർക്കാൻ വരാറില്ല. Okay, as a batsman, he's absolutely fantastic. As a player, he's absolutely fantastic. പക്ഷെ എപ്പോഴൊക്കെയാണ് അദ്ദേഹം ലീഡ് ചെയ്തിട്ടുണ്ടത്, അപ്പോഴൊക്കെ വിജയിക്കാൻ പറ്റിയിട്ടില്ല. രണ്ട് വ്യത്യാസമുണ്ട്. അതേ ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. Do you want to become a player? When I say player, being in the classroom, right in front of your students, talking to them, interacting with them, encouraging them, or would you like to go to some other level where teaching is not the key, it would be something else? ടീച്ചിങ് ആണ് കൂടുതൽ ഇഷ്ടം. ബ്യൂട്ടിഫുൾ. അപ്പൊ നിങ്ങൾ നേരത്തെ HOD എന്നൊക്കെ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഞാൻ ചോദിക്കണേക്കാൾ മുമ്പ് പക്ഷേ നമുക്ക് ലിമിറ്റേഷൻസ് വരുമ്പോൾ നമ്മള് let me come and ask now. അപ്പൊ നിങ്ങൾക്ക് ടീച്ചിങ് ആണ് ഇഷ്ടം. ഓക്കെ, ഇപ്പോഴത്തെ ടീച്ചിങ് എൻവയറമെൻറ്റ്, നിങ്ങൾ സ്കൂളിൽ, കോളേജ്, whatever it is, ഇപ്പോഴത്തെ ടീച്ചിങ് എൻവയറമെൻറ്റിൽ എന്താണ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് നിങ്ങൾ കൊണ്ടുവരാൻ പറ്റുക? വ്യത്യസ്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന വേ ഓഫ് ടീച്ചിങ്. ഓക്കെ, വേ ഓഫ് ടീച്ചിങ്, പിന്നെ ഇന്ററാക്ഷൻ വിത്ത് സ്റ്റുഡന്റ്. ഇപ്പൊ നിങ്ങളുടെ സ്റ്റുഡൻസ് ഏത് ഗ്രേഡിലെ കുട്ടികളാണ്? സ്കൂളാണോ? വയറ്റോനോ? ഏതാണ്? ഹൈസ്കൂൾ. ഇത് ഗവൺമെന്റ് ജോബാണോ? നിങ്ങളെല്ലാം പ്രൈവറ്റ് ആണോ? പ്രൈവറ്റ് ആണ്. നിങ്ങൾ പാക്കേജ് നോക്കാം. ഈ ഇവിടെ കിട്ടുന്ന പാക്കേജ് നിങ്ങൾ ഹാപ്പിയാണോ? അല്ല. എത്ര 0 to 10 എത്ര ഹാപ്പിയാണോ? പാക്കേജ് 5 ആണ്. ഒരു അമൗണ്ട് പറയാം. എനിക്ക് നിങ്ങൾ അറിയില്ല, അപ്പോൾ അമൗണ്ട് പറയുന്നത് യാതൊരു താറാറില്ല. ഓക്കെ, നിങ്ങൾ പേര് പറയരുത്, സ്ഥലം പറയരുത്, സ്കൂള് പറയരുത്, സ്കൂളിൻ്റെ പേര് ഒന്നും പറയരുത്. ഓക്കെ, നിങ്ങളെ വോയിസ് പോലും എനിക്കറിയില്ല. ഒരു ഏകദേശം എത്രയാണ് നിങ്ങളുടെ സാലറി ഇപ്പോൾ ഉള്ളതാ? ഇപ്പൊ റിസൈൻ ചെയ്തിട്ടാ ഉള്ളത്. അപ്പൊ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ റിസൈൻ ചെയ്തോ? ലാസ്റ്റ് ജോബ് അത് ആ കഥ പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ,
ആ റിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സാലറി റിസൈൻ ചെയ്തു മീൻസ് സ്കൂളിൽ നിന്ന്, ബട്ട് ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്ര ഫുൾ ടൈം വർക്ക് ആയതുകൊണ്ട് അത്ര കിട്ടൂലല്ലോ സാലറി. ലെറ്റ് മീ ഗോ ബാക്ക്. നിങ്ങൾ സ്കൂളിൽ നിന്നുള്ള കിട്ടുന്ന സാലറി എത്രയായിരുന്നു? 4,000 dirhams. 4,000. ഓക്കെ. AED അല്ലേ? ആ. AED 4,000. അത് നിങ്ങൾ വിട്ടു. എത്ര മാസം മുമ്പ് വിട്ടത്? ഇപ്പം ഇതൊക്കെ നടക്കുന്ന 7 ഇയേഴ്സിൻ്റെ ഉള്ളിലാട്ടോ. 7 ഇയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, 5 വർഷം വരെ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം 1 വർഷമായിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാതായി അല്ലേ? 1 വർഷമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതായി, നിങ്ങൾ റിസൈൻ ചെയ്തു. എന്നാ റിസൈൻ ചെയ്തത്? ഡിസംബർ, ഫസ്റ്റ് ഡിസംബർ. അപ്പോൾ ഏകദേശം ഒരു 7 months ബാക്ക് അല്ലേ? ഓക്കെ. 7 months ബാക്ക് റിസൈൻ ചെയ്തിട്ട് നിങ്ങൾ പിന്നെ പറഞ്ഞു ഇപ്പോൾ ഓൺലൈൻ എന്ന് പറഞ്ഞു. ഓൺലൈനിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന ഇതേ കുട്ടികളാണോ, ഹൈസ്കൂൾ സ്റ്റുഡൻസിനെയാണോ പഠിപ്പിക്കുന്നത്? പ്രീ സ്കൂൾ വരും, സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ സെഷൻസ് ആണ്. അപ്പോ ചെറുതുണ്ടാവും. ഓക്കെ. അപ്പോൾ സ്കൂൾ സ്റ്റുഡൻസ് ആണ്. വലിയ കുട്ടികളുണ്ടാവും. വലിയ കുട്ടികൾ മീൻസ് 13 years old. ഓക്കെ. ദാറ്റ് മീൻസ് സ്കൂൾ സ്റ്റുഡൻസ്. ലേഡീസ് ഓൾസോ. നിങ്ങൾ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഓൾസോ അവർക്ക് ചെറുപ്പത്തിൽ പഠിക്കാൻ പറ്റാത്തവർ ലേഡീസ് ഓൾസോ അവരെയും പഠിപ്പിക്കാം. ഇത് അവരും പഠിപ്പിക്കും. ഇൻഡിവിജ്വൽ സെഷൻ ആയതുകൊണ്ട് ലിമിറ്റേഷൻ. അവർ വന്ന് അവർ രജിസ്റ്റർ ചെയ്താൽ അവര് ഓക്കെ. എത്ര ഇത് ഗ്രൂപ്പ് ആയിട്ടാണോ പഠിപ്പിക്കുന്നത്, ഇൻഡിവിജ്വൽ ആയിട്ടാണോ പഠിപ്പിക്കുന്നത്? ഇൻഡിവിജ്വൽ. ഓക്കെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ടൈമിംഗ് ഉണ്ട്. എത്ര പേര് നിങ്ങൾക്ക് ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം ഒരു വ്യക്തി വരണം? ഒരാഴ്ചയിൽ എത്ര ആളെ കിട്ടണമെന്നോ? അല്ല, ആളെ കിട്ടണം. എത്ര പ്രാവശ്യം? ഞാൻ നിങ്ങളുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ എത്ര ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യണമെന്ന് ചോദിച്ചു. അത് നിങ്ങളെ ഫ്രീ ടൈം പോലെയുണ്ട്. വീക്കിലി 1 ആയാലും അല്ല, നിങ്ങൾക്കൊരു പാക്കേജ് ഉണ്ടാവുമല്ലോ. വീക്കിലി 1 ആണെങ്കിലും വീക്കിലി 2 ആണെങ്കിലും ട്വൈസ് ആണെങ്കിലും നിങ്ങൾക്കൊരു പാക്കേജ് ഉണ്ടാവില്ലേ? അതെ, മിനിമം ഇത്ര സെഷൻസ് പങ്കെടുക്കണമെന്നല്ല. മിനിമം ഇത്ര സെഷൻസ് മീൻസ് 4 months. ബേസിക് കോഴ്സ് 4 months. ഇന്റർമീഡിയറ്റ് ആകുമ്പോൾ ഓക്കെ 4 months. ആ 4 monthsൽ എത്ര സെഷൻസ് പങ്കെടുക്കണം? 4 days. 4 days-ഓ? 4 days, ഹാഫ് ആൻ അവറിൽ 4 days, അല്ലെങ്കിൽ 1 hour വെച്ചിട്ടാണെങ്കിൽ 2 days. അങ്ങനെ അവരുടെ ടൈമിൽ ഡെയിലി അവർക്ക് കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റുന്ന. 2 days എന്നാ വീക്കിലി 2 days ആണോ? വീക്കിലി 2 days. വീക്കെൻഡ്സിൽ 2 days അങ്ങനെ ഉണ്ട് സെഷൻസ്. നമ്മൾ ഒരു ആവറേജ് നോക്കാം. ആവറേജ് നിങ്ങൾക്ക് 4 months ആണെങ്കിൽ എത്ര ആവറേജ് എത്ര സെഷൻസ്? ഞാനിപ്പം ജോയിൻ ചെയ്തു 4 months എന്നല്ലേ പറഞ്ഞു നിങ്ങൾ? ഓക്കെ. ആ 4 monthsലാണെങ്കിൽ ഞാൻ ഒരാഴ്ചയിൽ ആവറേജ് എത്ര സെഷൻസ് പങ്കെടുക്കണം? 4 monthsൽ 4 sessions വീക്കിലി ആവുമ്പോൾ 4 sessions ആണ്. അപ്പോൾ ടോട്ടൽ 16 സെഷൻസ് ആണ്. 16 സെഷൻസ് നിങ്ങൾ പറഞ്ഞു ആണോ? ഒരു മാസത്തിൽ 16 അല്ലേ? ശരിയല്ലേ? അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? അപ്പൊ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കാൽക്കുലേറ്റർ ഉണ്ട് അവിടെ? എത്രയായി? 16 മൾട്ടിപ്ലൈഡ് ബൈ 4 64 ക്ലാസ്. അപ്പോൾ ഒരു വ്യക്തിക്ക് നിങ്ങൾ 64 ക്ലാസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരു 6 മാസം കൂടുമ്പോൾ ഈ ഒരു വ്യക്തിന്റെ എത്ര ഫീസ് വാങ്ങിക്കും നിങ്ങൾ? 6 മാസം കൂടുമ്പോൾ 4 മാസം കോഴ്സ് ആണ്. 4 മാസത്തിന് ഈ കോഴ്സിന് ഫീസ് എത്രയാ? 880. അതിപ്പോഴും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അല്ല, ഓൾറെഡി മന്ത്ലി ആണ്. അപ്പൊ അവര് ഫസ്റ്റ് സെഷൻസ് ആയതുകൊണ്ട് ഞാൻ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മന്ത്ലി 200 ആകുമ്പോൾ 200 into 4 അങ്ങനെ. ഓക്കെ. 200 into 4 that is 800. ശരിയല്ലേ? ഈ 800 ഡിവൈഡഡ് ബൈ എത്ര മണിക്കൂർ കണ്ടത് നമ്മൾ? 60 something അല്ലേ? 64. 800 AED അല്ലേ? ദിർഹം ഡിവൈഡഡ് ബൈ 64 എത്രയാന്ന്? 12.5. 12.5 എന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പീസ് എത്രയാണ്? ഇന്ത്യൻ റുപ്പീസ് ഏകദേശം 20 ഉറുപ്പിക അല്ലേ? 275. ഓക്കെ. ഒരു മണിക്കൂർ ഒരു ടീച്ചർ എന്ന നിലയിൽ ഒരു വ്യക്തിനെ നിങ്ങൾ പഠിപ്പിച്ചിട്ട് ഒരു വ്യക്തി നിങ്ങൾക്ക് 250 ഉറുപ്പിക തരാണെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ?
ചോദ്യം മനസ്സിലായില്ലേ? ഉം. നിങ്ങൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയിരുന്നോ? ഇല്ല. എപ്പോഴും അവിടെ തെറ്റിയില്ല. നമ്മൾ ഉം. ഈ കംപ്ലീറ്റ് എമൗണ്ട് നോക്കും. കാരണം നിങ്ങൾ ഈ 64 സെഷൻ എടുത്ത് 64 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രെയിൻ ഔട്ട് ആയി പോകും. ഉം. ഡ്രെയിൻഡ് ആയിരിക്കും. കംപ്ലീറ്റ് നിങ്ങളെ എനർജി കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്യും. കാരണം പഠിപ്പിക്കൽ ഈസി ആയിട്ടുള്ള ജോബൊന്നുമല്ല. ഉം. മനസ്സിലായില്ലേ? ഇത് ഒരു കുട്ടീൻ്റെ ഉം. കാര്യം പറഞ്ഞത്. 2 ഉം. കുട്ടികളുണ്ടെങ്കിൽ 64 മൾട്ടിപ്ലൈഡ് ബൈ 2 ആയി. ഉം. 3 കുട്ടികളുടെ 64 മണിക്കൂർ മൾട്ടിപ്ലൈ ബൈ 3 ആയി. ഉം. അതേ സമയത്ത് നിങ്ങൾക്ക് 100 കുട്ടികളെന്ന് വിചാരിക്കുക. ഉം. ആഗ്രഹം ഉണ്ടോ 100 കുട്ടികൾ ഉണ്ടാവണമെന്ന്? ഉം. 100 ഉണ്ട്. കുട്ടികളുണ്ടെങ്കിൽ 24 മണിക്കൂർ ഉറങ്ങാതെ നിങ്ങൾ ക്ലാസ് എടുക്കേണ്ടി വരും. ഉം. ശരിയല്ലേ? 100 കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് 24 മണിക്കൂറല്ലേ ഉള്ളൂ. ഉം. അപ്പോൾ 100 കുട്ടികൾ ക്ലാസ് എടുക്കേണ്ടതിന് തന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസം ഇത്ര മണിക്കൂർ ക്ലാസ് എടുത്താൽ നിങ്ങൾക്ക് ഉറക്കം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, കുടുംബം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ബോഡി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഉം. അപ്പോൾ ഇത് 2 രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ പെട്ടെന്ന് ക്ലാസ് എടുത്ത് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ക്ലാസ് എടുക്കുമ്പം അത് ഹൈ ടിക്കറ്റ് ആയിരിക്കണം. അതിന് ഉം. ഇൻഡിവിജ്വലായിട്ട് എടുക്കുമ്പം അത് ഹൈ ടിക്കറ്റ് ആയിരിക്കണം. എന്താണ് ഹൈ ടിക്കറ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ലെറ്റ്സ് സേ 10 കുട്ടികളെന്ന് വിചാരിക്കുക. ഇതേ ഫീസ് തരുന്ന 10 കുട്ടികളെന്ന് വിചാരിക്കുക. ആ 10 കുട്ടികൾ ആ 4 മാസത്തിന് വരുമെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ എത്ര മണിക്കൂറാണ് ചിലവാക്കുന്നത്? 64 hours. ഉറപ്പല്ലേ? ഉം. ആ 64 hours മാത്രം നിങ്ങൾ ചിലവാക്കണുള്ളൂ. 10 കുട്ടികളെ 800 ദിർഹം വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഹൗ മച്ച് യു ഗെറ്റ്? 8,000. 3,000. ശരിയല്ലേ? ആ. ആ 8,000 ദിർഹം മൾട്ടിപ്ലൈഡ് ബൈ 10 നിങ്ങൾക്ക് 8,000 ദിർഹം 4 മാസത്തിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഒരു വ്യക്തിൻ്റെ മേലെ എത്രയാണ് മണിക്കൂർ ചിലവാക്കുന്നത്? സെയിം ടൈമേ ചിലവാക്കണുള്ളൂ. ഉം. ശരിയല്ലേ? ഉം. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് നമ്മളെ പാഷൻ്റെ ബാക്കിൽ പോയി നിങ്ങൾ ചെയ്യരുത്. ഇത് ബിസിനസ് വേറെ, പാഷൻ വേറെ. ഈ പാഷൻ ചിലർ പാഷൻ്റെ ബാക്കിൽ പോയിട്ട് ചാരിറ്റി പോലൊക്കെ ചെയ്തു കൊടുക്കും. അതല്ല ചെയ്യുന്നത്. നിങ്ങൾ ഇതൊരു ബിസിനസ് ആക്കിയിട്ടാണോ, ഇതൊരു ഇൻകം ആക്കിയിട്ട് ജനറേറ്റ് ചെയ്യാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ചാരിറ്റി ആണോ? നൗ ഇൻകം അല്ല. അപ്പോൾ ഇൻകം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് വേണം ചെയ്യാൻ. ക്യാൻ ഐ ഡു ദാറ്റ് ഇൻ എ ഗ്രൂപ്പ്? നമ്പർ 1. ഇഫ് ഐ എം ഡൂയിങ് ദാറ്റ് ഇൻഡിവിജ്വലി, അത് ഇൻഡിവിജ്വലായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ വാങ്ങിക്കണ 800ൻ്റെ അറ്റ്ലീസ്റ്റ് 3 മടങ്ങെങ്കിലും അത് വാങ്ങിക്കണം. ഒരു വ്യക്തിനെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ 10 പേര് ഒരുമിച്ച് ഇരുന്ന് പഠിപ്പിക്കുന്ന ആ ഫീസിൻ്റെ 3 ഇരട്ടി വെച്ച് വാങ്ങിക്കണം. ചുരുങ്ങിയത് 3 ഇരട്ടി. അതിന് മേലത്തെ വാങ്ങിച്ചാൽ അത്രയും നല്ല. ആ ഭാഗം ക്ലിയർ ആയ നിങ്ങൾക്ക്? ശരിയാണത്? ഇത് ഞാൻ എന്നെ വിശ്വസിക്കണ്ട കേട്ടോ. ഞാൻ ഒന്നും അറിയാത്തൊരു പൊട്ടൻ. ഓക്കെ, ഒന്നും അറിയാത്ത ഒരാളാണ്. വെറും ചോദ്യം നമ്മൾ എക്സ്പോസ്ഡ് ആവുന്നുണ്ട് ഇങ്ങനെ ഇൻഡിവിജ്വൽ. കാരണം ഗ്രൂപ്പിന് കിട്ടിയ ഗ്രൂപ്പ് ചെയ്യാം. പക്ഷെ എല്ലാവർക്കും ഇൻഡിവിജ്വൽ വേണമെന്ന് പറഞ്ഞു വരുമ്പോ ഗ്രൂപ്പ് ആവുമ്പോ അപ്പൊ അതിന് ഫീസ് മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങളെ സമയമാണ് പോണത്. നിങ്ങളുടെ സമയത്തിന് വാല്യൂ ഇല്ലേ? നിങ്ങൾ റെസ്പെക്ട് ചെയ്യില്ല. നിങ്ങളുടെ സമയത്തിന് റെസ്പെക്ട് ചെയ്യില്ല. എനിക്കറിയില്ല കേട്ടോ. ഞാൻ റെസ്പെക്ട് ചെയ്യും. എൻ്റെ സമയത്തിന് വെച്ച് ഞാൻ കളിക്കാൻ സമയക്കില്ല ആരൊക്കെ ഉണ്ട്. നിങ്ങളുടെ സമയത്തിന് റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണോ? അപ്പൊ കുറച്ച് വാല്യൂ വേണ്ടേ? ടീച്ചിങ് പ്രൊഫഷൻ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ പ്രൊഫഷനാണ് ടീച്ചിങ് പ്രൊഫഷൻ എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. നിങ്ങളോ? ഉറപ്പല്ലേ? അപ്പൊ അതിനൊരു വില കൊടുക്കണ്ടേ? ഞാൻ ഇപ്പൊ ഈ നിങ്ങൾ ഈ സെഷനിൽ വരുന്ന തൊട്ട് 5 മിനിറ്റ് മുമ്പ് ഞാൻ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിലാണ് തോന്നുന്നത്, ഞാൻ അമീർ ഖാൻ പറഞ്ഞ സംസാരം കേട്ടു. അപ്പൊ അമീർ ഖാൻ ഇതേ സംഭവം പറഞ്ഞു. The best of the best profession is teaching profession because it's a teaching profession who makes the next generation എന്ന് പറഞ്ഞു. ബ്യൂട്ടിഫുള്ളി പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു സെഷനിലേക്ക് ഞാൻ വന്നത്. അപ്പോഴാണ് നിങ്ങൾ ഈ ടീച്ചിങ്ങിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ഡെസിഗ്നേഷൻ തീരുമാനിക്കുന്നേക്കാളും മുമ്പ് നിങ്ങളിപ്പോൾ ചോദ്യം ചോദിച്ച ഡെസിഗ്നേഷനാണ്, ശരിയല്ലേ? ഡെസിഗ്നേഷനൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം നിങ്ങൾ ഇത് ഒരു ട്രാക്കിലാക്കാന്നുള്ള. ഗോയിങ് ബാക്ക്, മേക്ക് ദിസ് ക്ലിയർ. ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഡെസിഗ്നേഷനൊക്കെ ശരിയായിക്കോളും. ഇപ്പൊ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് നിങ്ങളെ ഡെസ്റ്റിനേഷൻ ക്ലിയർ ആക്കാൻ പറ്റും. ഡെസിഗ്നേഷൻ അല്ല, ഡെസ്റ്റിനേഷൻ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. once your രണ്ടുണ്ട് കേട്ടോ. once your designation is clear, once your designation is clear, your destination appears near. അതാണ് അതിൻ്റെ ഫ്രീക്വൻസി. ഓക്കെ, രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്.
അപ്പം ഞാനിപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഒന്ന് ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടി. അത് ക്ലിയർ അല്ല അപ്പോൾ. Okay, as a Yes. business person, maybe as a teacher, you might be doing well. I have no, what do you call, doubts about that. Business side, you have to change. You have to change and you have to see things like from a business person's perspective. ശരിയല്ലേ? ഞാൻ തെറ്റായിരിക്കാം കേട്ടോ. ഞാൻ തെറ്റായിരിക്കാം. നിങ്ങൾക്ക് തോന്നുന്നില്ല ശരിയാണെന്നല്ലേ? യെസ്, വേറൊരു ഇതിൽ കാണേണ്ടി വരും. തീർച്ചയായിട്ടും അത് ചെയ്യാനും കാണാനും അത് ചെയ്യാനും അതിൽ വർക്കൗട്ട് ചെയ്യാനും ഒരു മെത്തഡോളജി കണ്ടുപിടിക്കാനും നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ? അതിൽ കുറച്ച് സമയമൊക്കെ ചിലവാക്കിയിട്ട് ഏകദേശം ഒരു 2-3 ആഴ്ചയൊക്കെ ചിലവാക്കിയിട്ട് അത് വർക്കൗട്ട് ചെയ്തിട്ട് പിന്നെ സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് വർക്കൗട്ട് ചെയ്യില്ലേ ഏറ്റവും നല്ലത്? സ്ട്രാറ്റജി ഉണ്ടാക്കണം. ഓക്കെ, ഒരു ചെറിയ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയപ്പോൾ ഇവിടെ ക്ലാരിറ്റി കിട്ടി. 10 നമ്മളിപ്പോ ചെയ്യേണ്ടത് എന്താണ്? ക്ലാരിറ്റി കിട്ടി. ഇപ്പോഴും നമ്മളെ ആ ഡ്രീമിലേക്ക് എത്തണമെങ്കിൽ ഈ ടീച്ചിങ് പ്രൊഫഷനിൽ മാത്രം നിന്നതിനാൽ ആ ബിഗ് ഡ്രീമിൽ എത്തൂല. പക്ഷെ ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രൊഫഷൻ എന്താ? ടീച്ചിങ്, ട്രെയിനിങ്. നിങ്ങൾ ചെയ്യുന്ന സെയിം സാധനമല്ലേ ഞാൻ ചെയ്യണത്? യെസ്, ഉറപ്പല്ലേ? ടീച്ചിങ് എന്ന് ടീച്ചിങ് ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡസ്ട്രി ടീച്ചിങ് ആണ്. മനസ്സിലാക്കുക, അത് ചെറുതായി കാണരുത്. മനസ്സിലായി? ആ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയെടുക്കുക നിങ്ങൾ. എന്നിട്ട് ടീച്ചിങ് നിങ്ങൾ പാഷൻ എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പാഷന് ഞാൻ പാഷന് എനിക്ക് പാഷനേറ്റ് ആണ്. പക്ഷെ ആ പാഷന്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ പോക്കറ്റിൽ പൈസ വരില്ല. അപ്പൊ ഇതിനെ ബിസിനസ് ആക്കണം. ബിസിനസ് ആക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലാക്കണം. അതല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഉറപ്പല്ലേ? അതെ. അപ്പൊ നിങ്ങളൊന്ന് മാറി ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ പാഷന് മാറ്റേണ്ട ആവശ്യമില്ല, ഇൻഡസ്ട്രി മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ചിന്തകളൊന്നും ചെറുതാക്കി ഒന്ന് മാറ്റാം. എന്നിട്ട് അതിനെ ശരിക്കും ഒരു സ്ട്രാറ്റജി കൊണ്ടുവരിക. ഓക്കെ, അതിനൊരു പ്ലാനിങ് കൊണ്ടുവരിക. എന്നിട്ട് മുമ്പോട്ട് പോകും. അപ്പോൾ നിങ്ങൾ ഈ പാഷൻ തന്നെ നിങ്ങൾക്കൊരു പ്രൊഫഷനാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾ ആവശ്യമുള്ള ഡെസിഗ്നേഷൻ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ ഡെസിഗ്നേഷൻ ഒരുപാട് മാറിയിരിക്കണം. ഒരുപാട് പ്രാവശ്യം അത് മാറി വന്നു. ആദ്യം അത് ഉണ്ടായിരുന്നത് ലീഡർഷിപ്പ് എംപവർമെൻറ്റ് കോച്ച് എന്നായിരുന്നു. പിന്നെ എൻ്റെ സ്റ്റുഡൻസ് തന്നെ ലീഡർഷിപ്പ് എംപവർമെൻറ്റ് കോച്ചസായി. അപ്പോൾ അത് മാറി. പിന്നെ എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് സെലിബ്രിറ്റി കോച്ചസ് ആയപ്പം ഒരു സെലിബ്രിറ്റി കോച്ച് ഓഫ് സെലിബ്രിറ്റി കോച്ചസ് എന്തോ അങ്ങനെ ആക്കി മാറ്റി. പിന്നീട് അത് മാറി. ഇപ്പോൾ അത് വേറെ തന്നെ ലീഡർഷിപ്പ് മാസ്റ്റർ കോച്ച് എന്നുള്ള ടൈറ്റിലാണ്. കംപ്ലീറ്റ് മാറി. ഡെസിഗ്നേഷൻസ് മാറും. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഓക്കെ, അത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഡെവലപ്മെന്റ് അനുസരിച്ച് അതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. സോ ഡോണ്ട് സ്റ്റിക്ക് ഓൺ ടു ദോസ് തിങ്സ്. സ്റ്റിക്ക് ഓൺ ടു ദ ഫണ്ടമെന്റൽസ്. ഇപ്പം ഞാൻ പറഞ്ഞ ഫണ്ടമെന്റൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് സർവൈവ് ചെയ്യുള്ളൂ. ശരിയല്ലേ? ഒന്ന് മാറി ചിന്തിച്ചൂടെ? റെഡിയാണോ? റെഡി. 0 to 10. 10. Thank you very much. Thanks a lot. Let's move on to the next caller, please.